ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സാമ്പാറുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഓണത്തിന് പറ്റിയ വിഭവമായ ഒരു സ്പെഷ്യൽ സാമ്പാർ. ഈ സ്പെഷ്യൽ സാമ്പാറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. വളരെ കുറച്ച് പച്ചക്കറി ഐറ്റംസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. 1/4 കിലോ വെണ്ടയ്ക്ക, തക്കാളി 1/4 കിലോ, പച്ചമുളക് 5 എണ്ണം, കായം, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, സവാള, മുരിങ്ങാക്കോൽ ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. സവാള 250 ഗ്രാം. ഇതിനു വേണ്ടിയിട്ട് പരിപ്പ് നമ്മൾ ആദ്യമേ വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. പരിപ്പ് ഒരു 250 ഗ്രാം പരിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ ഉഴുന്നുപരിപ്പ്, ഉലുവ, തേങ്ങ അരമുറി, ചുവന്നുള്ളി 10 എണ്ണം വട്ടത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 5 അല്ലി. ഈ തേങ്ങ വറുക്കുന്നതിന് ആവശ്യമായിട്ടാണ്, തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വറുക്കുന്നതിന് ആവശ്യമായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ വറുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയിലേക്കാണ് നമ്മൾ ഈ തേങ്ങ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ കൂടെ 2 തണ്ട് വേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തു. ഇതാണ് ഇതിൻ്റെ പാകം. ഒരു ബ്രൗൺ കളർ വരെയാണ് നമ്മൾ വറുക്കുന്നത്. സാമ്പാറിന് വറുക്കുന്നതിൻ്റെ പാകമാണിത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിനി ഉരുളിയിലേക്ക് പരിപ്പ് മാറ്റാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് സവാളയും മുരിങ്ങക്കോലും ചേർത്ത് വേവാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് വേവിക്കാം. ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി ഇത് വേവാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാം. കുറച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ആണ് നമ്മൾ അതിനുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി, വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ നന്നായിട്ട് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഒരു 1.5 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്കിനി അവസാനമായിട്ട് സാമ്പാറിലേക്ക് വറയിടാം. അതിനുവേണ്ടി ഒരു 5 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ കടുക്, അതിലേക്ക് നമുക്കൊരു 5 വറ്റൽമുളക് ചേർക്കാം. അതിനുശേഷം വേപ്പില 3 തണ്ട്, മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി,
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓണം സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു സ്പെഷ്യൽ സാമ്പാർ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.